Welcome to my new YouTube channel named Ashwin. So, ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണ്, പക്ഷേ ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ പോകാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ചിലവർക്ക് കത്തും അത്. അപ്പോൾ ഞാനത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയും മുതൽ എൻ്റെ കൂടെ ഈ ഫോണും ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ എൻ്റെ ക്യാമറയും ഞാൻ കൊണ്ടുപോകും. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ക്യാപ്ചർ ചെയ്യും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, ഞാനത് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞാനത് ഷെയർ ചെയ്യും. സോ ഇനി മുതൽ അതായിരിക്കും അങ്ങനത്തെ കണ്ടൻ്റ് ആയിരിക്കും ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാൻ പോകുന്നത്. സോ ഇന്ന് ആം ഡേ ആണ്. സോ അപ്പം നമുക്ക് നേരെ ജിമ്മിൽ പോയി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. Six. ആദ്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. ആൾക്കാരുണ്ട് ചുറ്റിനും. അപ്പോൾ അങ്ങനത്തെ കാര്യമുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ടിലൊരു ചെറുക്കരിപ്പുണ്ട്. അവനാണെങ്കിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ക്യാമറ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഞാനിങ്ങനെ ആയിരുന്നു കേട്ടോ. അയ്യോ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ അടുത്ത സെറ്റിംഗ് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് 20 kg ആണ്. 20 kg പ്രീസർക്കുകളാണ്. അത് ചെയ്യുന്ന വേറെ രീതി, ഞാൻ ചെയ്യുന്ന രീതി കണ്ടിട്ടൊരു വിയേർഡായിട്ടൊരു ഫീൽ വരുമായിരുന്നു. പക്ഷെ അത് ഇത്രയും നാൾ കൊണ്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയൊരു കാര്യമാണ്. ഇത് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അവർ പറയും എങ്ങനെ ചെയ്യും, ഇവർ പറയും അങ്ങനെ ചെയ്യും. സോ ഞാൻ എൻ്റെ ആയിട്ടൊരു രീതി ഞാൻ കണ്ടുപിടിച്ചൊന്ന് ചെയ്യും. അപ്പോൾ അതേ നടക്കത്തുള്ളൂ. എൻ്റെ മസിൽസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അതായത് അത് തന്നെ ചേട്ടാ. Five. Six. Eight. നല്ല വ്യൂ അല്ലേ? വ്യൂ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരിതുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് ക്യാമറ എടുക്കുമ്പോൾ ശോകമാകുന്നു. പക്ഷേ കൊള്ളാം, ഫോൺ മാറ്റിയത് കൊണ്ടൊന്ന് നന്നായി. പിന്നെ അല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ കാണും. അപ്പോൾ എന്തായാലും ചെയ്യട്ടെ. ലാസ്റ്റ് റെപ്പാണ്. മാക്സിമം സ്ട്രെച്ച് കൊടുക്കാനാണ് ഇതിനകത്ത് നോക്കുന്നത്. കാരണം കൺട്രാക്ഷൻ വരുമ്പോഴത്തേക്കും വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ മാക്സിമം സ്ട്രെച്ചിനാണ് ഞാൻ അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഓക്കെ,
ആരെങ്കിലുമൊക്കെ ക്യാമറ ഒന്ന് കോക്കുകയാണെങ്കിൽ മൈൻഡ് ചെയ്യരുത്. Fire. Six. Two more. അയ്യോ, ഹെഡ്സെറ്റ് ഓണാക്കാൻ മറന്നുപോയി. അയ്യോ, ഞാൻ എല്ലാ വർക്കൗട്ടും ട്രാക്ക് ചെയ്യാം കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ആപ്പുണ്ട്, അതിനകത്തിൽ ആപ്പിൽ നമ്മൾ വർക്കൗട്ട് ട്രാക്ക് ചെയ്യും. ആദ്യം നമ്മൾ ചെയ്തത് എന്തുവാ, പ്രീച്ചർ 20 കിലോ 10 വെച്ച് അടിച്ചു. 10 വെച്ച് അടിച്ചു. അതിനെ കാണാൻ പറ്റത്തില്ലല്ലേ, അതെടുക്കുക. ഇപ്പം നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ അടുത്ത നമ്മൾ ട്രൈസപ്പ് റോ പുഷ് ഡൗൺ ആണ് പോകുന്നത്. ഞാൻ നിങ്ങളെ ടൂറിന് ഓരോരുത്തരത്ത് കൊണ്ടുവന്ന എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, 20 kg. അതിനകത്ത് ഓൾറെഡി നമ്മൾ ചെയ്ത റെക്കോർഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചൊന്നും എടുക്കണ്ട എന്ത് സംഭവിച്ചു എന്തായി എന്നൊന്നും. ബേക്കിൽ ലെഗ് എക്സ്റ്റൻഷൻ കാണുന്നുണ്ട്, അതാണ് ഇവിടുത്തെ ട്രെയിനർ കേട്ടോ, നൈസാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മാക്സിമം 13 വട്ടം കൂട്ടി അടിക്കാൻ നോക്കാം. അതുകൊണ്ട് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ട ഇപ്പോൾ സൈഡിലൊരു ഗോൾഡ് മെഡലൊക്കെ വന്നേണ്ട, അതാണ് ഞാൻ പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്ക് കൊടുത്ത് ഇത്ര സെക്കൻഡ് റെസ്റ്റ്, ഫുൾ പ്രൊമോഷൻ മാത്രം. ഓക്കെ, നെക്സ്റ്റ് സെറ്റ്. മാക്സ് എത്ര അടിക്കണം? കഴിഞ്ഞ വട്ടം 20-ൽ 6 അടിച്ചിട്ടുള്ളൂ, അപ്പോൾ ഈ വട്ടം അതിൽ കൂടുതൽ അടിക്കണം. ഓക്കെ,
എൻ്റെ അമ്മേ. അപ്പോൾ അതിനകത്തിൽ നമ്മൾ 7 അടിച്ചെന്നാണ് തോന്നുന്നത്, വിച്ച് മീൻസ് ആ റെക്കോർഡ്. അപ്പോൾ എന്താ പറയുക, അടുത്തത് അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന 6 ലാസ്റ്റ് റെപ്പ് കാണിച്ചത്. 7 8 എന്ത് തേങ്ങയാന്ന് എനിക്കറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, 2 മിനിറ്റ് റെസ്റ്റ്, മാക്സിമം പുഷ് ചെയ്യാം. ഞാൻ 5 ഇത്രയാ. എൻ്റെ മുന്നേ കുറേ നാൾ ജിമ്മിൽ പോയിരുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എന്തോ പറയാനാണ്, മാങ്ങ. നമ്മളിനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓവർഹെഡാണ്. ഓവർഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷനാണ്. സോ എനിക്ക് ഇഷ്ടമാണ് ഇത്. ഞാൻ തന്നെ ഒരു ഫോർമുലേറ്റ് ചെയ്തൊരു റൊട്ടീനെന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാടേ, കൊള്ളാം. മാക്സിമം പുഷ് ചെയ്യുക. വെയിറ്റ് എത്ര ആയിരുന്നു? 20 തന്നെയായിരുന്നു. മാക്സിമം പുഷ് അടിക്കാം. ഓക്കെ, കഴിഞ്ഞോട്ടം 15 ആയിരുന്നു, ഇങ്ങോട്ടം 11. വാട്ട് ആൻ ഇംപ്രൂവ്മെന്റ്. ശരി, ക്യാമറ മറന്നു. ആരെങ്കിലും പിടിച്ചാൽ recording. You're some kind of influencer or something? No, I'm not. I'm just starting only. You just started? Yeah, I'm just started recording only. That's a few days. Yesterday I recorded video, no? Just seeing how is the gym and all like that. Now I thought that this camera is there, no? So mic is also there. Then why can't I am coming to gym daily, so why can't I record and post it? And Yeah, that's nice. what's your name? My name is Said. What? Said. My name is Ashwin. Ashwin. Yeah. Today back workout? Yeah, yeah. Okay. Carry. Today. Maximum. Jambare.
എൻ്റെ പൊന്നെ അവർക്ക് തന്നെ കൊന്ന്. അയ്യോ വെട്ടവും പകുതി, അതാണ് അതിൻ്റെ വർക്കൗട്ടിൻ്റെ രീതിയാണത്. പകുതി പ്രകാശവും പകുതി ഇട്ട്. എൻ്റെ അമ്മേ, മാക്സിമം പാട്ടാണ് കിടന്നത്. മാക്സിമം എഫർട്ട്. Come on. ഒന്നും പോകുന്നില്ല. സോ ഇനിയൊരു സ്കൾ ക്രഷറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ട്രൈസെപ്പ് ഫിനിഷർ, ഒരു ആമിൻ്റെ ഫിനിഷറായിട്ട് തന്നെ കണക്ക് കൂട്ടാം. ആംസ് ഇത്ര എനിക്ക് വേണ്ടി വരാറുള്ളൂ എപ്പോഴും. എന്നിട്ട് ആം കണ്ടില്ലേ, അത്രേ ഉള്ളൂ. കണ്ടില്ലെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ കുഴപ്പമില്ല, കട്ടായി വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൂടെ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് എവർ വീഡിയോ ഓഫ് ദ യൂട്യൂബ് നമ്മൾ ഫിനിഷ് ആക്കിയാണ് ഗൈസ്. അപ്പോൾ ഇതൂടെ അല്ല, ഇതിൻ്റെ ഒരു 3 സെറ്റ്. യെസ്, എന്നിട്ട് നമ്മൾ ജസ്റ്റ് പമ്പൂടെ ചെക്ക് ചെയ്തിട്ട് വി ആർ ഗോയിങ് ഹോം ഗൈസ്. ഓക്കെ, സ്റ്റാർട്ട്. Six. ഞാനിത് ഈ ബാറിൽ ചെയ്യാൻ കാരണം എൻ്റെ റെസ്റ്റിന് ഫ്ലെക്സിബിളായിട്ട് ഇതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം കുറച്ച് വൈഡ് ആവുന്നുണ്ടെന്നറിയാം, പക്ഷേ സ്റ്റിൽ നല്ല സ്ട്രെച്ച് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനെ പെയിനും അങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്.
ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ജിമ്മിൽ വരുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ ന്യൂ ഇയർ ഇന്ന് ഡേറ്റ് 3-ാം തീയതിയാണ്. 3 അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എന്താണ് സ്റ്റോറി. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞ് കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങി. അപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക് എനിക്ക് അറിയത്തില്ല. എനിക്ക് ആ പാടെ അറിയാവുന്ന ജിമ്മിൽ വരിക, വർക്കൗട്ട് ചെയ്യുക, ഇങ്ങനെ സംസാരിക്കുക, എനിക്ക് അത്ര അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ഒരു വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തത്. ഞാൻ ഒരുപാട് പേരെ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരാളാണ്, വലിയ വലിയ ക്രിയേറ്റേഴ്സിനെ കണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് മടിയുണ്ട് ഇങ്ങനെ സംസാരിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ജിമ്മിൽ വന്നിട്ട് ഇത്രയും സൗണ്ട് ഇട്ട് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് എവിടുന്ന് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒരു ക്യാമറയുണ്ട്, ഒരു മൈക്കുണ്ട്, മൈൻഡ് സെറ്റ് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ ഡോറ് വിട്ട് വെളി ഇറങ്ങുമ്പോഴത്തേക്ക് ആ മൈൻഡ് സെറ്റ് എല്ലാം പോവായിരിക്കും. പക്ഷെ വീണ്ടും ഇവിടെ വരുമ്പോൾ എനിക്ക് വീണ്ടും ആ മൈൻഡ് സെറ്റ് എടുത്തേ പറ്റത്തുള്ളൂ. പറ്റുന്ന മാക്സിമം ഞാൻ അതിനകത്ത് എൻ്റെ ഫുള്ള് ഞാൻ ഇടുന്നതായിരിക്കും. ഇനി ഇട്ടുകൊണ്ട് ഇരിക്കും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ മാക്സിമം ഇടും. എൻ്റെ തോട്ട്സ്, എൻ്റെ റിഫ്ലക്ഷൻസ്, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, എൻ്റെ വ്യൂസ്, കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, കാണണം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, ജിമ്മിൽ പോകാൻ പറ്റാത്തൊരു ഹോം വർക്കൗട്ട് ചെയ്യുക, ജിമ്മിൽ വരാൻ പറ്റുന്നൊരു മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഇഞ്ചറി ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക, ആവശ്യമില്ലാതെ വെയിറ്റ് പൊക്കരുത്, നല്ലതായിരിക്കത്തില്ല. സോ അത്രയാണ് ഇന്നത്തെ വർക്കൗട്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ട് കണ്ടൻറ്റ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കണ്ടൻറ്റ്സ് വരുന്നതായിരിക്കും, കോണ്ടൻറ്റ്സ് ഇനിയും വരുന്നതായിരിക്കും, ഞാൻ വീണ്ടും പറയുന്നു. സോ അപ്പോൾ എല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ദാറ്റ്സ് ഓൾ. നമുക്കിനി ഒരുമിച്ച് പോവാം. ഓക്കെ ഗൈസ്, ബൈ.